നമസ്കാരം സാക്ഷി ടിവിയുടെ പ്രേക്ഷകരെ. ചടയമംഗലം ശ്രീ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ഇനി വരുന്ന 2-3-4 ദിവസത്തെ പരിപാടികളെക്കുറിച്ചും ക്ഷേത്രത്തിലെ നടക്കുന്ന ചടങ്ങുകളെക്കുറിച്ചും തത്സമയം സാക്ഷി ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി വിശദീകരിക്കുന്നതിന് നമ്മോടൊപ്പം ക്ഷേത്ര പുനരുദ്ധാരണ സമിതി സെക്രട്ടറി ശ്രീ സതീഷ് ചേരുകയാണ്. നമസ്കാരം. നമസ്കാരം. കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള സപ്താഹ വളരെ ഗംഭീരമായി പൂർണ്ണമായി ഉത്സവ പരിപാടികൾ ആരംഭിച്ചു. ഇന്ന് ഇവിടെ കഥകളി കുട്ടികളുടെ അരങ്ങേറ്റവുമാണ് നടക്കുന്നത്. നാളെയും മറ്റന്നാളും പ്രധാനപ്പെട്ട സ്റ്റേജ് പ്രോഗ്രാമുകളുണ്ട്. മകരവിളക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ദിവസങ്ങളെന്ന് പറയുന്നത് 13ഉം 14ഉമാണ്. 13ആം തീയതി രാവിലെ ഇരുമുടിക്കെട്ട് ഘോഷയാത്ര മഹാദേവക്ഷേത്രത്തിൽ നിന്നും നമ്മുടെ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലെത്തി ഭക്തജനങ്ങൾ, കുട്ടികൾ, അമ്മമാരെല്ലാവരും പടി ചവിട്ടുന്ന ആ ഇരുമുടിക്കെട്ട് ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ആ ചടങ്ങ് പൂർണ്ണമാവുകയും ചെയ്യും. അതിനുശേഷം ഉച്ചയ്ക്ക് 12 മണിക്ക് ആറാട്ടുകടവുണ്ട്. ഒലിപ്പുറം കടവിൽ പമ്പ സദ്യ 12 മണിക്കുണ്ട്. അതിനുശേഷം വൈകിട്ട് 6 മണിക്ക് നമ്മുടെ ക്ഷേത്രത്തിൽ നിന്നും പമ്പ വിളക്ക് ഘോഷയാത്ര ഒലിപ്പുറം കടവിലെത്തി അവിടെ ദീപം തെളിയിച്ചുകൊണ്ട് ചടങ്ങുകൾ അവസാനിക്കും. തുടർന്ന് 14ആം തീയതി മകരവിളക്ക് മഹോത്സവമാണ്. 14ആം തീയതി മകരവിളക്ക് മഹോത്സവത്തിന് ക്ഷേത്രത്തിലെ കുഞ്ഞയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണം 13ആം തീയതി കൊട്ടാരക്കര ദേവസ്വം ഓഫീസിൽ നിന്നും ഘോഷയാത്രയായി മഹാദേവ ക്ഷേത്രത്തിലേക്ക് എത്തുകയും 14ആം തീയതി വൈകിട്ട് ഇവിടെ ചാർത്തുകയും ചെയ്യും. ഇത് ചാർത്തുന്ന സമയത്ത് ഈ കുഞ്ഞയ്യപ്പൻ്റെ തിരുവാഭരണം കൊണ്ടുവരുന്നതോടൊപ്പം 6 കരകളിൽ നിന്നായിട്ടുള്ള പേട്ടകൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും. പ്രധാനമായും തിരുവാഭരണത്തോടൊപ്പം വരുന്ന കല്ലുമല പേട്ടയാണ്. തുടർന്ന് പുത്തമ്പളയിൽ നിന്നും വരുന്ന പേട്ടയും, തൊട്ടുപുറകിൽ വേലമുക്കിൽ നിന്ന് വരുന്ന പേട്ടയും, തൊട്ടുപുറകിൽ ഇടയ്ക്കോട് നിന്നുള്ള പേട്ടയും, അതിൻ്റെ തൊട്ടുപുറകിൽ ഇടുക്കുപാറ നിവാസികളെ എനിക്ക് കിട്ടുന്ന പേട്ടയും, ഏറ്റവും അവസാനവുമായി നമ്മുടെ ടാക്സി വർക്കേഴ്സ് നടത്തുന്ന പേട്ടയുമാണ് എത്തിച്ചേരുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള പേട്ട കമ്മിറ്റികളൊക്കെ നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ചേരുന്നതാണ്. ബാക്കി ചടങ്ങുകളെല്ലാം വളരെ നല്ല രീതിയിൽ സംഘടിപ്പിക്കുന്നതിന് ഉത്സവ കമ്മിറ്റിയും ക്ഷേത്ര കമ്മിറ്റിയും നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സാക്ഷി ടി വി ഇങ്ങനൊരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നതിലൂടെ ജനങ്ങളുടെ ഇടയിലേക്ക് ഈ കാര്യങ്ങൾ എത്തുന്ന ഒരു സന്തോഷം കൂടിയുണ്ട്. എല്ലാവിധ ഉത്സവാശംസകളും ഏവർക്കും നേരുന്നു. നന്ദി, നമസ്കാരം.